ഒരിടത്ത് മാധു എന്നൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. നല്ല ചേലുള്ള പുള്ളിക്കുട്ടി. ഒരിക്കൽ അവൾ അമ്മയറിയാതെ തൊട്ടടുത്ത ചാമ്പൽക്കാട്ടിൽ പോയി. അവിടെ ദുഷ്ടനായ കുറുക്കനുണ്ടായിരുന്നു. അവനായിരുന്നു കീശു. കീശു വളരെ സാമർത്ഥ്യക്കാരനും അഹങ്കാരിയുമായിരുന്നു. മാധു അമ്മ അറിയാതെ അടിക്കടി ചാമ്പൽക്കാട്ടിലേക്ക് പോവാറുണ്ടായിരുന്നു. അവിടെ പുല്ല് തിന്ന് പൂമ്പാറ്റുകളുടെ കൂടെയും പറവകളുടെ കൂടെയും നൃത്തം വെച്ച് വൈകുന്നേരമാകുമ്പോൾ തൻ്റെ അമ്മയുടെ അരിയിലേക്ക് പായും. ഒരു ദിവസം അവൾ ചാമ്പൽക്കാട്ടിൽ പോകുന്നത് അവളുടെ അമ്മ കണ്ടു. അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നാൽ അവൾ അമ്മയുടെ വാക്കൊന്നും കേട്ടില്ല. ഒരു ദിവസം മാധു തൻ്റെ ഉറ്റ സുഹൃത്തായ ചങ്കുവിനെയും കൂട്ടി കാട്ടിലേക്ക് പോയി. ഇരുണ്ട കാട് കണ്ടതും ചങ്കു മാധുവിനോട് പറഞ്ഞു, മാധു വാ, നമുക്ക് പോകാം, എനിക്ക് പേടിയാവുന്നു. മാധു ചങ്കു പറയുന്നത് കേട്ട് അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എടാ പൊട്ട, നീ ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ കുറേ നാളെ ഇവിടെ വരുന്നു. ഈ കാട്ടിനുള്ളിൽ നിറയെ പുല്ലുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. മാധു ചങ്കു പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ കാട്ടിലേക്ക് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് കീശു പറഞ്ഞു, അപ്പൊ എനിക്ക് കുറച്ച് നാളേക്കുള്ള ഇരയായി. അപ്പോൾ മാധു ചങ്കുവിനോട് പറഞ്ഞു, ചങ്കു, നാളെ നമുക്ക് പോകാം, നീ എൻ്റെ കൂടെ വരില്ലേ? അത് വേണോ മാധു? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എങ്കിലും നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും നിന്റെ കൂടെ വരാം. പുലർച്ചയായി അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോയി. അപ്പോഴാണ് കേശു വേഷം മാറി ഒരു പൈക്കിടാവിനെ പോലെ. നിങ്ങൾ ഈ കാട്ടിൽ പുതിയതാണോ? എനിക്ക് കടയെ എല്ലാ സ്ഥലവും അറിയാം. എന്റെ കൂടെ വരുന്നോ? വേഷം മാറിയ കേശുവിനെ അവർക്ക് മനസ്സിലായില്ല. അവർ കേശുവിൻ്റെ കൂടെ കാട്ടിലേക്ക് നീങ്ങി. കാടിൻ്റെ മധ്യേ വന്നപ്പോൾ കേശു വേഷം മാറി തൻ്റെ ഉഗ്രരൂപം പുറത്തെടുത്തു. ഭയന്ന് വരച്ച മാധുവും ചങ്കുവും അലറാൻ തുടങ്ങി. ആരേലും രക്ഷിക്കണേ, രക്ഷിക്കണേ! ആരും കേട്ടില്ല. അവിടെ വെച്ച് ചങ്കു അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ജീവൻ കൊണ്ട് അവർ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും മാധുവിൻ്റെ അമ്മ വന്നു. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് ഒരു ദുഷ്ടനെ കീഴ്പ്പെടുത്തണമെന്ന് മനസ്സിലാക്കിയ മാധുവിൻ്റെ അമ്മ ഒരു രാക്ഷസനായി പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടു പേടിച്ച കീശു ഓടാൻ തുടങ്ങി. രക്ഷപ്പെട്ട് ഓടണ്ടടാ, ഞാൻ നിന്നെ വിടില്ല. കീശുവിനെ ഓടിപ്പിച്ച ശേഷം മാധുവിൻ്റെ അമ്മ വേഷം മാറി തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോയി. മാധു താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അമ്മയോട് ക്ഷമ പറഞ്ഞു.